അപ്പൊ നമ്മുടെ നിവിൻ പോളിക്കെതിരായിട്ടുള്ള ആ ഒരു പീഡന പരാമർശത്തിന്റെ അന്വേഷണം ഏതാണ്ടൊക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ വിനീത് ശ്രീനിവാസൻ, ഡയറക്ടറും നടനും ഒക്കെ ആയിട്ടുള്ള വിനീത് ശ്രീനിവാസൻ ഒരു ചാനലിനോട് സംസാരിക്കുന്നത്. അവിടെ വിനീതേട്ടൻ പറയുന്നുണ്ട്, ഈ ഒരു സ്ത്രീ പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ ഇവരെ ദുബായിൽ വെച്ച് നിവിൻ പോളി പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആ ഒരു ഡേറ്റിൽ വിനീത് ശ്രീനിവാസന്റെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സെറ്റിലായിരുന്നു നമ്മുടെ നിവിൻ പോളി എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിന്റെ തെളിവുകൾ വിനീതേട്ടന്റെ ഉണ്ട് എന്ന് പറയുന്നു. തെളിവുകൾ കുറച്ചൊക്കെ പുറത്തും വിട്ടു. അപ്പോൾ അതിനകത്ത് നിവിൻ പോളി ലൈക്ക് നമ്മുടെ വിനീതേട്ടൻ ഒരാളുടെ പേര് പറയുന്നുണ്ടായിരുന്നു, പാർവതി ആർ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട്. പാർവതിയുടെ കൂടെയുള്ള ഒരു കോമ്പിനേഷൻ സീനൊക്കെ ആയിരുന്നു അന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് ന്യൂക്ലിയസ് മാളിൽ വെച്ചിട്ട്. സോ പാർവതിയോടാണെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം മാധ്യമങ്ങൾക്ക് എന്നൊക്കെ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു വിനീതേട്ടൻ. സോ അതുകൊണ്ടായിരിക്കാം പാർവതി ഇന്ന് പാർവതിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് അതൊന്ന് കാണാം. ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ ഒരു വീഡിയോ ഒന്ന് കാണിച്ചോട്ടെ. സോ ദിസ് വാസ് എ വീഡിയോ വിച്ച് ഐ ടോക്ക് ഓൺ 14th December 2023. ഈ കോസ്റ്റ്യൂം നിങ്ങൾ കുറച്ചു പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ വ്യക്തമാക്കി തരാം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതിന്റെ ഷൂട്ടായിരുന്നു എന്നുള്ളത്. അഫ്കോഴ്സ് വിനീതേട്ടന്റെ വർഷങ്ങൾക്ക് ശേഷത്തില് ഞാനൊരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു December 14th. സോ ഞാൻ നിവിൻ ചേട്ടന്റെ കൂടെയാണ് ആ ഒരു സീൻ ചെയ്തത്. December 14th ആ പറയുന്ന സ്റ്റേജിലെ ഷൂട്ടിൽ ഐ വാസ് വിത്ത് ഹിം. സോ പറയണമെന്ന് വന്ന് തോന്നി. അപ്പോൾ ഒരുപാട് പേര് ഇന്നലെ ന്യൂസൊക്കെ കണ്ടിട്ട് എനിക്ക് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വന്ന് ഞാൻ പറയണ്ടേ? ഓഫ്കോഴ്സ് ഞാൻ പറയണം, കാരണം ഇറ്റ്സ് എ ട്രൂത്ത്. അതുകൊണ്ട് നന്നായി. അങ്ങനെ ഒരാളും കൂടെ വന്ന് സത്യം പറഞ്ഞിരിക്കുകയാണ്. പാർവതി ആർ കൃഷ്ണ ആക്ടറാണ്, ആങ്കറാണ്. അപ്പൊ പാർവതി മാത്രമല്ല, നമ്മുടെ ഭഗത് മാനുവൽ, വിനീതേട്ടന്റെ തന്നെ മലർവാടി എന്ന് പറയുന്ന സിനിമയ്ക്കകത്തൂടെ വന്ന നിവിൻ പോളിയുടെ ഒക്കെ സുഹൃത്താണ്. ഭഗത്തിന്റെ ഒരു ഇന്റർവ്യൂ ഒരു ഓൺലൈൻ മീഡിയ ചാനലിൽ കൊടുത്തത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഞാനിവിടെ വെക്കുന്നില്ല. അതിനകത്ത് ഭഗത്താണെങ്കിലും പറയുന്നുണ്ട്, ഈ പറഞ്ഞ ഡേറ്റുകളിൽ നിവിൻ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ, ഞങ്ങൾ കുറെ നേരം ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ 1, 2, 3 പേരുടെ മൊഴിയുണ്ട് നിവിൻ പോളി ആ ഒരു ഡേറ്റിൽ നാട്ടിലുണ്ട് എന്നറിയാം. ഓക്കെ, അതെല്ലാം പോട്ടെ. ഇന്ന് രാവിലെ നമ്മുടെ മാതൃഭൂമിയിൽ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് അതും കൂടി ഒന്ന് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ സംസാരിക്കാം. ആരോപണം ഉയർന്ന ആർക്കെതിരെയാണ്? ചലച്ചിത്ര നടൻ നിവിൻ പോളിക്കെതിരെയാണ്. വിദേശത്ത് വെച്ച് കൂട്ടമായിട്ട് ബലാത്സംഗം ചെയ്തെന്നൊരു പരാതി വന്നു. നിവിൻ ആദ്യ മണിക്കൂറിൽ തന്നെ രംഗത്ത് വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിവിൻ പറയുന്നത്, ഞാൻ ഇവിടെ തന്നെ എവിടേക്കും പോകുന്നില്ല, ഇത് വ്യാജമായിട്ടുള്ള പരാതിയാണ്, ഇത് തീർത്തു തോൽപ്പിക്കാൻ ഏതറ്റം വരെയും പോകും. ഇപ്പോൾ അക്കാര്യത്തിൽ അന്വേഷണ സംഘം പറയുന്നത് എന്താണ്, ഈ പരാതിക്കാരിയായ യുവതിയുടെ മൊഴിയിൽ കുറച്ച് വൈരുദ്ധ്യമൊക്കെ ഉണ്ട്, അതുകൊണ്ട് അത് വിശദമായി പരിശോധിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്, പൊരുത്തക്കേട് ഉണ്ട് എന്നാണ്. വൈശാഖ് കോമറ്റർ അതേക്കുറിച്ച് പറയും. വൈശാഖ്, അപ്പോൾ ഇന്നലെ വിനീത് ശ്രീനിവാസനും വന്നിട്ട് ആ ദിവസങ്ങളിൽ, ഈ പറയപ്പെടുന്ന ദിവസങ്ങളിൽ നിവിൻ ഇവിടെയായിരുന്നു, ക്രൗൺ പ്ലാസ ഹോട്ടലൊക്കെ ഷൂട്ട് ഉണ്ടായിരുന്നു തുടങ്ങിയിട്ട് അതിന്റെ ഇൻവോയ്സ് രേഖകളൊക്കെ കണ്ടു. ഇപ്പൊ എന്താണ് പോലീസ് ഏത് വഴിയിലാണ്? പോലീസ് ഇതിൽ സംശയിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ദാസ്, ഈ ഒരു മൊഴിയിൽ, അതായത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അത് ഈ യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. നേരത്തെ ഒരു മാസം മുൻപ്, അതായത് ജൂലൈയിൽ ഇത് സമാനമായിട്ടുള്ളൊരു പരാതി നിവിനും അതോടൊപ്പം തന്നെ ഈ ഇതിൽ പ്രതികളായിട്ടുള്ള 6 പേർക്കെതിരെയും നേരത്തെ യുവതി നൽകിയിരുന്നു. അന്ന് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായിട്ടുള്ളൊരു പരിശോധന നടത്തി. ആ പരിശോധന നടത്തിയതിന് ശേഷം പരാതിയിൽ കഴമ്പില്ലെന്ന് പറഞ്ഞ് അന്ന് FIR ഇടാതെ മാറ്റിവെക്കുകയായിരുന്നു. എന്നാൽ പിന്നീടാണ് ഈ ഒരു പുതിയ പശ്ചാത്തലങ്ങളുടെ ആ ഒരു പശ്ചാത്തലത്തിൽ പിന്നീട് വീണ്ടും അവർ SITക്ക് മുൻപാകെ പരാതി നൽകുന്നു. ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. പ്രധാനപ്പെട്ട പൊരുത്തക്കേടുകൾ, ഈ പീഡനം നടന്നു എന്ന് പറയുന്ന ഹോട്ടൽ, ആദ്യം അവർ പറഞ്ഞിരുന്നത് ദുബായിലുള്ള ഫ്ലോറൽ ക്രീക്ക് എന്ന് പറയുന്ന ഹോട്ടലിൽ വെച്ചാണ് ഈ പീഡനം നടന്നതെന്നായിരുന്നു ആദ്യം അവർ പറഞ്ഞിരുന്നത്. മാധ്യമങ്ങൾക്ക് മുന്നിലും അത് പറഞ്ഞു. പക്ഷേ ആ ദിവസങ്ങളിൽ, അതായത് 2021 വരെ മാത്രമാണ് നിവിൻ പോളി ഈ പറയപ്പെടുന്ന ഹോട്ടലിൽ താമസിച്ചിട്ടുള്ളത്, ദുബായിൽ താമസിച്ചിട്ടുള്ളത്. അതിനുശേഷം നിവിൻ പോളി ആ ഹോട്ടലിൽ താമസിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട രേഖകളും അതോടൊപ്പം തന്നെ വിവരങ്ങളടക്കം നേരത്തെ ആദ്യഘട്ടത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് FIR എന്ന് രജിസ്റ്റർ ചെയ്ത കേസ് മുന്നോട്ട് പോയത്. ഇപ്പോൾ നൽകിയ പരാതിയിലും വലിയ പൊരുത്തക്കേട്, കാരണം നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഈ പീഡനം ഉൾപ്പെടെ നടന്നിട്ടുള്ളതെന്നാണ് ഈ മൊഴി നൽകിയിട്ടുള്ളത്, അല്ലെങ്കിൽ FIR അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ FIR ഇട്ടിട്ടുള്ളത് ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ആ ദിവസങ്ങളിൽ, ഈ പറയപ്പെടുന്ന ദിവസങ്ങളിൽ ഈ യുവതി ദുബായിലായിരുന്നില്ല, കേരളത്തിലായിരുന്നു എന്നുള്ള സൂചനകളാണ് നിലവിൽ നേരത്തെ നടത്തിയ അന്വേഷണത്തിലും അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രാഥമികമായി നടത്തിയ പരിശോധനയിലും പോലീസിന് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാരണം അവരുടെ കേരളത്തിൽ ഉണ്ടായിരുന്നതിന്റെ പല തെളിവുകളും ഇതിനോടകം തന്നെ അവർ ശേഖരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മൊഴികളിൽ വലിയ രീതിയിലുള്ള ഒരു വൈരുദ്ധ്യം ശ്രദ്ധയിൽപ്പെടുന്നതും. കൂടാതെ ഈ ഇന്നലെ വിനീത് ശ്രീനിവാസന്റെ വെളിപ്പെടുത്തൽ കൂടി വന്നു. ആ സമയങ്ങളിൽ നിവിൻ പോളിയും കേരളത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതിൽ പറയുന്ന
എന്നാൽ അടിസ്ഥാനപരമായി കുറ്റകൃത്യം നടന്നു എന്ന് പറയുന്ന ദിവസങ്ങളിൽ ഇത് നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങൾ തന്നെയാണ് പോലീസിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മൊഴി വിശദമായി പരിശോധിക്കാനുള്ള തീരുമാനം. ഈ പൊരുത്തക്കേടുകൾ തന്നെ വലിയ പൊരുത്തക്കേടുകൾ തന്നെയാണ്. കാരണം ഈ തീയതി തന്നെ മാറിപ്പോകുന്നു. തീയതി മാറിപ്പോയാൽ തന്നെ ഈ പാസ്പോർട്ടും അതോടൊപ്പം തന്നെ മറ്റു രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. എൻ്റെ ഒരു സംശയം ഇത്രേ ഉള്ളൂ, ആദ്യമേ തന്നെ ഇങ്ങനൊരു കേസ് വരുമ്പോൾ തന്നെ പോലീസുകാർക്ക് ഇവരുടെയൊക്കെ പാസ്പോർട്ട് ഒന്ന് ചെക്ക് ചെയ്തൂടെ? അതിപ്പോൾ ആ സ്ത്രീയുടെ ആണെങ്കിലും ശരി, നിവിൻ പോളിയുടെ ആണെങ്കിലും ശരി, അവർ ആദ്യമേ പറയുന്ന ഡേറ്റുകളിൽ ഇവർ എവിടെയായിരുന്നു എന്ന്, ഇവരുടെ പാസ്പോർട്ട് ഇവർ പറയുന്നത് ദുബായിലായിരുന്നു എന്ന്. സോ ആ പാസ്പോർട്ട് ഒന്ന് ചെക്ക് ചെയ്തായിരുന്നെങ്കിൽ ആദ്യമേ മനസ്സിലാക്കാമായിരുന്നു ഇവർ അവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ എന്ന്. ഞാനും ഇത് ആലോചിച്ച കാര്യമാണ്. പക്ഷെ അത് വരും ദിവസങ്ങളിൽ അത് ചിലപ്പോൾ പറയുമായിരിക്കും, ഇവരുടെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ ഇവർ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നായിരിക്കും ഒരു കൺക്ലൂഷൻ ഒരു പോലീസുകാർ പറയുമെന്ന് ഞാൻ വിശ്വസിച്ചത്. പക്ഷെ ചെക്ക് ചെയ്തിട്ടേ ഇല്ല. പാസ്പോർട്ട് എന്ന് പറഞ്ഞ സാധനം ഇവർ അവിടെയാണെന്ന് പറഞ്ഞു പറഞ്ഞാൽ അതങ്ങ് വിശ്വസിച്ചോ? എനിക്ക് അറിയാൻ പാടില്ല. ആദ്യമേ തന്നെ നോക്കേണ്ട ഒരു കാര്യമാണ് പാസ്പോർട്ട്. പ്രത്യേകിച്ച് ഇവിടുന്ന് ഇന്ത്യ വിട്ട് പുറത്തൊരു സ്ഥലത്ത് വെച്ച് ഇവരെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യമേ തന്നെ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് പാസ്പോർട്ട്. പക്ഷെ അത് നോക്കിയിട്ടില്ല. ഇനിയെങ്കിലും ഇനി ഇത് നോക്കാൻ പോകാന്ന് പറയുന്നു. എത്രയും പെട്ടെന്ന് അതൊന്ന് ചെക്ക് ചെയ്യുക. അതും കൂടെ ഒന്ന് നോക്കിയിട്ട് ഇവർ അവിടെ ഇല്ലായിരുന്നു എന്ന് കൺഫേം ആയാൽ തീർന്നു. ഇവർ ഈ അടുത്തെങ്ങും ഇവർ ഈ പറഞ്ഞ ചിലപ്പോൾ ഇനിയും ഈ ഒരു സ്ത്രീ വന്ന് പറയാൻ പോകുന്നത് എന്തായിരിക്കും അറിയാമോ? ഞാൻ പെട്ടെന്ന് ടെൻഷനിൽ ഡേറ്റ് ഒക്കെ മാറിപ്പോയതാണ്, മാസം മാറിപ്പോയതാണ്. ഇനി ഈ വ്യക്തിയുടെ ഈ സ്ത്രീയുടെ ഒരു ഹസ്ബൻഡ് സുന്ദരക്കുട്ടനുണ്ട്. ഞാൻ വേണമെങ്കിൽ അവന്റെ ഫോട്ടോ ഇവിടെ നിന്ന് കാണിച്ചു തരാം. സ്ത്രീയുടെ കാണിക്കുന്നില്ല. അപ്പോൾ ഇവൻ ഓരോ ദിവസം ഇവന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം നോക്കി. ഇവൻ ഓരോ ദിവസം 2 ദിവസം 3 ദിവസം ഒക്കെ കൂടുമ്പോൾ ഇവൻ ഓരോന്ന് മറ്റേ ഫേസ്ബുക്കിൽ എഴുതി വിടുന്നുണ്ട്. സോ ഒന്നെങ്കിൽ ഇനിയിപ്പോൾ ലാസ്റ്റ് അവൻ എഴുതാൻ പോകുന്ന കാര്യം ഇതായിരിക്കും. അതായത് ഡേറ്റ് മാറിപ്പോയി, പെട്ടെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് പേടിച്ച് മാറിപ്പോയതാണ് എന്നൊക്കെ ചിലപ്പോൾ വന്നിനും പറയാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇവർ അറ്റ്ലീസ്റ്റ് ദുബായിൽ പോയിട്ടുണ്ട് ഏതെങ്കിലും കാലത്ത് എന്ന് പോലീസ് ഒന്ന് നോക്കുക. ഓക്കെ, അതാണ് ഇപ്പൊ ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത്. പിന്നെ ഇനി ഇവർക്കെതിരെ ലൈക്ക് നിവിൻ പോളിക്കെതിരെ ഇവരുടെ ഒരു കേസ് ഇവർ ഇനിയും മുന്നോട്ട് പോയാലും അത് ഇവിടെ നടപടിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാം അവർ പറഞ്ഞത് എല്ലാം പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിവിൻ പോളിയെ സപ്പോർട്ട് ചെയ്ത് 3 പേര് ഓൾറെഡി ഇപ്പോൾ ഉണ്ട്. അത് കൂടാതെ സാഹചര്യ തെളിവുകൾ നോക്കുമ്പോഴും നിവിൻ പോളി ഇവിടെയായിരുന്നു. സോ എൻ്റെ ഒരു അനുമാനത്തില് ഇവര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നല്ല പണി കിട്ടണം. ഇത് വെറുതെ അങ്ങ് വിട്ടുകളയരുത്. മനസ്സിലായില്ലേ? നിവിൻ പോളിയെ അവർ ഉപദ്രവിക്കുക, ഇല്ലെങ്കിൽ ആ വ്യക്തിയുടെ എത്ര ദിവസം ആ വ്യക്തിയുടെ സമാധാനം പോയി കാണും. ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ വരികയാണ്. അത് പുള്ളിയുടെ ഒരു കരിയറിനെ ബാധിക്കും. സോ അങ്ങനെയുള്ള ഓരോ പരിപാടികൾ കാണിക്കുന്ന ഇതുപോലത്തുള്ള ചേട്ടനെയും ചേച്ചിയൊക്കെ നല്ല പണി കൊടുക്കണം. ഇത് നിവിൻ പോളിക്ക് ഒരു കേസില്ല എന്ന് പറഞ്ഞ് ചിലപ്പോൾ നാളെ അദ്ദേഹം മാറിയാൽ പോലും ഇവിടുത്തെ പോലീസുകാർ ഇടപെട്ട് നല്ല രീതിയിൽ പണി കൊടുക്കണം. ഒരാൾക്ക് മാനനഷ്ടം ഉണ്ടാക്കി, ഓക്കെ, അതെല്ലാം പോട്ടെ. അയാളുടെ ഫാമിലി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. സോ എന്താണെങ്കിലും ഇല്ലെങ്കിൽ ഒന്നും വേണ്ട. ഇതുപോലെ ഓരോ ദിവസം കഴിയുമ്പോഴും ഇനി ഇങ്ങനത്തെ എന്ത് അലിഗേഷനും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ കൂടെ ഇവിടെ തെളിവൊന്നും നോക്കാതെ ആരും കൂടെ നിൽക്കും എന്നുള്ളൊരു സാധനം ചില ആളുകൾക്ക് വരും. ഇപ്പൊ ഇന്ന് തന്നെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും മലപ്പുറത്തെ ഒരു ഇഷ്യൂ. പോലീസുകാർക്കെതിരെ അലിഗേഷൻ വന്നത്. ഞാനത് വീഡിയോ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ്. മേ ബി നാളത്തേക്കോ അല്ലേ ഞാനത് ചെയ്യുള്ളൂ. കാരണം അത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് അറിയണം. അവർ പറയുന്നത് ഇന്നൊരു ചാനലിൽ ഞാൻ കണ്ടത്, രാവിലെ എണീറ്റ് TV വെച്ചപ്പോഴത്തേക്ക് ഫുള്ള് പീഡനം തന്നെ. ഇപ്പം കേരളത്തിലെ ട്രെൻഡിങ് പീഡനമാണ്. ഇന്ന് രാവിലെ നോക്കുമ്പോൾ ആ ഒരു മലപ്പുറത്തെ ഇഷ്യൂ ഒരു ചാനലില് ഇത് തന്നെ. പിന്നെ എനിക്ക് തോന്നുന്നു വൈകുന്നേരം വരെ ഇത് തന്നെ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതും അവര് ഈ ഒരു സ്ത്രീ വന്ന് ഇങ്ങനെ അലിഗേഷൻ പറഞ്ഞപ്പോൾ നേരെ ആ സ്ത്രീയെ സപ്പോർട്ട് ചെയ്ത് ഇരുന്നങ്ങ് കൊല്ലുക പോലീസുകാരെ. എന്നാൽ അവർക്ക് എന്താണ് പറയാനുള്ളതെന്നൊന്നും കേൾക്കുന്നില്ല. ഉച്ചയ്ക്ക് ശേഷം ഈ പോലീസുകാർ വേറെ ഓരോ മാധ്യമങ്ങളോട് പറയാൻ തുടങ്ങി, ഞങ്ങൾ ആ ഒരു ചാനലിനെതിരെ പരാതി കൊടുക്കും. കാരണം അവർ ഞങ്ങളുടെ സൈഡ് കേൾക്കാതെ ചുമ്മാ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം ഈ ചാനൽ പിന്നെ പോയിട്ട് പോലീസുകാർക്ക് പറയാനുള്ളതും കൂടെ എടുത്ത് ചാനലിലൂടെ പുറത്തേക്ക് വിടുന്നത് ഞാൻ കണ്ടു. സോ അങ്ങനെയുള്ള പരിപാടി ചില ആളുകൾ എന്തൊരു, പ്രത്യേകിച്ച് പീഡനം വരുമ്പോഴത്തേക്ക് സ്ത്രീകൾ ചുമ്മാ ഉള്ള അലിഗേഷൻ കൊണ്ട് ചില സ്ത്രീകൾ വരുന്നു. ചില സ്ത്രീകൾ കേട്ടോ, ഞാൻ എല്ലാവരും ഒന്നും പറയുന്നില്ല, ചില സ്ത്രീകൾ വരുന്നു. ഇത് ഏറ്റുപിടിക്കാനായിട്ട് ചില മാധ്യമങ്ങൾ അവർക്ക് TRP കയറ്റിയാൽ മതി. ഇങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടുമ്പോൾ ഫസ്റ്റ് ഒരു ചാനലിലാണ് കിട്ടുന്നതെങ്കിൽ അവർ മാക്സിമം ഇത് വിൽക്കാൻ നോക്കും. അതാ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇതിനകത്ത് സത്യം ഏതാണ് അതൊന്നും ആർക്കും അറിയണ്ട, മീഡിയയ്ക്കും അറിയണ്ട. എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളവരെ ഞാൻ പറയുന്നില്ല, ചില പോലീസുകാർക്ക് പിന്നെ അവർക്ക് തെളിവെടുക്കാതൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ തെളിവെടുക്കട്ടെ, പക്ഷെ അവർ നല്ല രീതിയിൽ ഇപ്പൊ നിവിൻ പോളിയുടെ ഇഷ്യൂ എനിക്ക് തോന്നുന്നു ഇത്രയും പ്രശ്നമായതാണെന്നൊന്നും അവർ പെട്ടെന്ന് അന്വേഷിക്കാൻ തുടങ്ങിയത്. ഓൾറെഡി അന്വേഷിച്ച് അവർ ഇത് ഫേക്ക് ആണെന്ന് പറഞ്ഞ് മാറ്റിയതാ. വീണ്ടും അവർ അന്വേഷിക്കാൻ തുടങ്ങി. ഉടായിപ്പാണെന്ന് മനസ്സിലായി. ആ സ്ത്രീ ഇവിടെ ഇല്ല, അല്ല ആ സ്ത്രീ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള തെളിവുകൾ അവർക്ക് കിട്ടിയെന്ന് പറയുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള പെട്ടെന്ന് എല്ലാവരുടെയും കേസ് പ്രൂവ് ആക്കാൻ പറ്റണമെന്നില്ല. അപ്പം നോക്കേണ്ടത് മാധ്യമങ്ങളാണ്. ഇവിടെ ഒരു കേസ്
അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതെടുത്ത് അങ്ങ് പൊക്കി ആ പറയുന്ന ഒരു സ്ത്രീ ഒന്ന് പറഞ്ഞു എന്നും പറഞ്ഞ് നേരെ അപ്പുറം നിൽക്കുന്നവനെ ക്രൂശിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങ് കൊല്ലാൻ നിൽക്കരുത്. രണ്ട് സൈഡും കൂടി ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പൊ നിവിൻ പോളിയുടെ വിഷയം ആ ഒരു പീഡന പരാമർശം ഇവിടെ തീരുകയാണ്. ഇനി ഇതിന്റെ പേരിൽ ഒരു അപ്ഡേറ്റ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ആ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സാധനം വന്നപ്പോൾ അതും കൂടി അങ്ങ് ചെയ്തത്. പ്രത്യേകിച്ച് ഇതിനകത്ത് എനിക്ക് വീണ്ടും ഇതെടുത്ത് കാണിക്കാനൊന്നും തോന്നിയല്ല. പിന്നെ പാർവതിയും കൂടെ ഇങ്ങനെ ഒരു കാര്യം വന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എനിക്ക് അറിയണമെന്ന് തോന്നി. എന്തായാലും വിനീതേട്ടൻ പറഞ്ഞതായിരുന്നു പാർവതിയുടെ ഒരു പേര്, പാർവതിയും വന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നിവിൻ പോളിയുടെ കേസ് ക്ലോസ് ആയി എന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷെ ക്ലോസ് ആയി പോവുമെങ്കിലും ആ ഫേക്ക് അലിഗേഷൻ ഉയർത്തിയ ആ സ്ത്രീക്കും ആ സ്ത്രീയുടെ ആ ഒരു ഹസ്ബൻഡ് സുന്ദര കില്ലാടിയുണ്ട്, രണ്ടെണ്ണത്തിന് എനിക്ക് തോന്നുന്നു ഇതിന്റെ മറ്റേ മെയിൻ ബ്രെയിൻ അവന്റെ ആയിരിക്കാം. സോ എന്താണെങ്കിലും രണ്ടു പേർക്കും ഇവിടുത്തെ നിയമം അനുശാസിക്കുന്ന ശിക്ഷ തന്നെ കിട്ടണം. കാരണം എങ്കിൽ മാത്രമേ ഇനി ഇങ്ങനെയുള്ള വൃത്തികേടുകൾ പറഞ്ഞുകൊണ്ട് പല ആളുകളും ഫേക്ക് ആയിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നതൊന്നും നിൽക്കുള്ളൂ. ഓക്കെ, അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.